ഹായ്, കുട്ടികളുടെ പരീക്ഷാ റിസൾട്ടിനെ കുറിച്ച് പേടിച്ചിരിക്കുകയാണോ? ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണോ? രക്ഷിതാക്കളോടാണ്. പരീക്ഷാകാലമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി ഒരു ആൻസർ ഷീറ്റും പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട്. കണ്ണുനീര് വാർത്തുകൊണ്ട് ആ ഉത്തരക്കടലാസും പിടിച്ചിരിക്കുന്ന കുട്ടിയോട് ചോദിച്ചപ്പോൾ കാരണം പറഞ്ഞത്, എൻ്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്ന 50-ൽ 48 മാർക്കിൽ കുറഞ്ഞുകൊണ്ട് വീട്ടിൽ വരരുതെന്നാണ്. എനിക്ക് ചീത്ത കൊള്ളുമെന്ന് പറഞ്ഞു. കുട്ടി ഇരുന്ന് കരയുകയാണ്. കുട്ടിക്ക് 42 മാർക്കുണ്ട്. 50-ൽ 42 ഒരു കുറഞ്ഞ മാർക്കല്ലല്ലോ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരിക്കലും കുട്ടിയെ മത്സരിക്കാൻ പ്രേരിപ്പിക്കേണ്ട അപ്പുറത്തെ വീട്ടിലെ കുട്ടിയോടോ അല്ലെങ്കിൽ കുടുംബത്തിലെ കുട്ടിയോടോ ഒന്നുമല്ല. കുട്ടിക്ക് കഴിഞ്ഞ പരീക്ഷയിൽ അവൻ നേടിയ മാർക്കിനേക്കാൾ അല്ലെങ്കിൽ അവൾ നേടിയ മാർക്കിനേക്കാൾ ഒരു മാർക്ക് കൊണ്ടെങ്കിലും അവൻ ഇമ്പ്രൂവ് ചെയ്തുവെങ്കിൽ ആ കുട്ടി സക്സസ്ഫുൾ തന്നെയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾ എത്ര തന്നെ കാശ് ചിലവാക്കിയാലും, നിങ്ങൾ ഫീസ് കൊടുത്താൽ, നിങ്ങൾ യൂണിഫോം എന്ത് സൗകര്യം കൊടുത്താൽ ഒരുപക്ഷെ മാർക്ക് കൂടണമെന്നൊന്നുമില്ല. കുട്ടിയുടെ മാർക്ക് കുറയാൻ മെൻ്റലി ഓർ ഫിസിക്കലി എന്തെങ്കിലും കാരണങ്ങളുണ്ടായേക്കാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കാരണം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ കൂട്ടുകെട്ടിൽ റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കാം. അതുമല്ലേ അക്കാഡമിക്കലി കുട്ടിക്ക് പഠിപ്പിച്ചതിലോ എന്തെങ്കിലും ചെറിയ കാരണങ്ങളുണ്ടായേക്കാം. എന്തെങ്കിലും ഒരു ചെറിയ ഘടകം കുട്ടിയെ മാനസികമായി തളർത്തുന്ന അല്ലെങ്കിൽ നെഗറ്റീവായി സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞേക്കാം. അതുകൊണ്ട് മുൻവിധിയോടെ ആരോടെങ്കിലും കമ്പയർ ചെയ്തുകൊണ്ട് കുട്ടിയെ മുൻവിധിയോടെ സമീപിക്കരുത്. കുറ്റപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നിങ്ങൾ മാർക്ക് വാങ്ങിപ്പിക്കാൻ ശ്രമിക്കരുത്. കുട്ടിക്ക് ആത്മവിശ്വാസം പകരുക. കുറ്റപ്പെടുത്തുന്നതിന് വരെ മോനെ അല്ലെങ്കിൽ മോളെ നിനക്കെന്തെങ്കിലും ഹെൽപ്പ് വേണോ, നിങ്ങൾക്കെന്തെങ്കിലും സപ്പോർട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് വേണോ മോനെ എന്ന് ചോദിച്ചുകൊണ്ട് കുട്ടിയോടൊപ്പം ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ആസ് എ പേരൻറ്റ് യു ജസ്റ്റ് സ്റ്റാൻഡ് വിത്ത് ഹിം ഓർ ഹെർ. ഓക്കെ, ഓർക്കുക, പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഒരിക്കലും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. കുട്ടിക്ക് സേഫ്റ്റി ഫീൽ ചെയ്യട്ടെ, സുരക്ഷിതത്വത്തോടെ ആത്മവിശ്വാസത്തോടെ അവൻ പഠിക്കട്ടെ. ഓൾവേസ് യു റിമെമ്പർ, സപ്പോർട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ്. അതുകൊണ്ട് രക്ഷിതാക്കളെ, കുട്ടിക്കൊപ്പം നിൽക്കുക, കുട്ടിയിൽ ആത്മവിശ്വാസം പകരുക. ഓൾ ദ ബെസ്റ്റ്.